നമസ്കാരം. ഇപ്പോൾ നമ്മളുള്ളത് ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരി ഉന്നതിയിലേക്കുള്ള ഒരു പഞ്ചായത്ത് റോഡിലാണുള്ളത്. ഈ റോഡിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലാണ് കാട്ടാനകൾ വിഹരിക്കുകയാണ്. ഈ തൊട്ടപ്പുറത്തെ പറമ്പുകളും ഈ രണ്ട് സൈഡിലുള്ള പറമ്പുകളിലെല്ലാം പട്ടാപ്പകൽ വരെയാണ് കാട്ടാനകൾ വിഹരിക്കുന്നത്. അതും മുൺറോട്ട് കൊല്ലി എന്ന് പറയുന്ന ഒറ്റയാനാണ്. നിരവധി ആൾക്കാരുടെ ജീവനെടുത്ത ആ ഒറ്റയാനാണ് പകൽ സമയം വരെയും ഈ രാജഗിരി മേഖലയിൽ വിഹരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം തൊട്ടടുത്താണ്, ഒരു 100 മീറ്റർ പരിധിയിലാണ് 2 വർഷം മുമ്പ് ഒരു ചെറുപ്പക്കാരനെ ഈ കാട്ടാനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. അത് അന്ന് തന്നെ കൊന്നത് രാവിലെ 7 മണിയോടുകൂടി സമയത്താണ് ആന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അങ്ങനെ ഇപ്പോൾ ഈ ആന ഇറങ്ങാൻ തുടങ്ങിയതോടെ കർഷകരും ഈ നാട്ടുകാരായ ജനങ്ങളൊക്കെ വളരെ ഭീതിയോടെയാണ് കഴിയുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ 15 ദിവസമായിട്ട് ഈ കാട്ടാന ഈ അതിർത്തി പ്രദേശങ്ങൾ തമ്പടിച്ചിരിക്കുകയാണ്. മിക്ക ദിവസങ്ങളിലും 6 മണി 5 മണി ആകുന്ന സമയങ്ങളിലൊക്കെയാണ് ഈ ആന ഇറങ്ങുന്നത്. വ്യാപകമായുള്ള കൃഷിയാണ് നാശം വരുത്തുന്നത്. അതുപോലെ തെങ്ങ്, കവുങ്ങ്, വാഴ, അങ്ങനെ ഒട്ടുമിക്ക പറ്റുന്ന പ്ലാവ്, അങ്ങനെ എന്തൊക്കെ പറ്റുമോ അതെല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് ഈ ആന ഈ കൃഷിയിടങ്ങളിൽ വിഹരിക്കുന്നത്. അത്തരത്തിലാണ് നമ്മുടെ ഈ സ്വന്തം കൃഷിയിടം സംരക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ജിജോ നമുക്ക് എന്ന കർഷകൻ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. 15 ദിവസത്തോളമായി രാജഗിരി ഇടനഗർ, കാനംവയൽ ഈ 3 പ്രദേശങ്ങളിൽ 3 ആൾക്കാരെ കൊന്ന മുൺറോട്ട് കൊല്ലി എന്ന് പറയുന്ന ഒറ്റയാൻ ഈ നാട്ടിൽ ഭീകരാവസ്ഥ സൃഷ്ടിക്കുകയാണ്. നിരവധി ആൾക്കാരുടെ തെങ്ങ്, കവുങ്ങ്, വാഴ, കരിമ്പ്, അതായത് അത് നശിപ്പിക്കാൻ പറ്റാത്തൊരു സാധനമില്ല. എല്ലാ ദിവസവും ഒരു 7 മണി സമയത്തിന് മുമ്പ് തന്നെ, ചില ദിവസങ്ങളിൽ 7 മണിക്ക് മുമ്പ് തന്നെ, ഒരു 6 മണി 6:30 ആകുമ്പോഴേക്കും ഈ ആന പുഴയുടെ അപ്പുറത്തുനിന്ന് അത് ഈ നാട്ടിലെ 8-ാം വാർഡിലെ ജനവാസം മേഖലകളിലേക്ക് കയറുകയും ഈ കൃഷി നശിപ്പിക്കുകയും ആൾക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഏതാണ്ട് ഒരു ഫെബ്രുവരി മാസത്തിൽ ഈ ആന ഇവിടെ വന്ന് തമ്പടിച്ചാണ്. അതിനുശേഷം ഈ ആന ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പുഴയുടെ അക്കരെ, പുഴയുടെ ഇക്കരെ അതല്ലാണ്ട് അത് മാറുന്നില്ല. അത് ഈ പറയുന്ന 3 പേരെ കൊന്ന ഒരു ആനയാണ്. ഒരു 2 കൊല്ലം മുമ്പ് എബിൻ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആനേനെ ഈ കൃഷിയിടത്ത് നമ്മൾ നിൽക്കുന്നതിന് ഏതാണ്ട് ഒരു 100 മീറ്റർ അകലെ നിന്നിട്ടാണ് ഈ ആന ചവിട്ടിക്കൊന്നത്. അപ്പം അടിയന്തരമായിട്ട് വനം വകുപ്പും കൃഷി വകുപ്പും ബാക്കിയുള്ള ഇത് ശരിക്കും പറയുകയാണെങ്കിൽ സവിശേഷ ദുരന്തമായിട്ട് ഇപ്പം ഈ ആനയാക്രമണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഉദ്യോഗസ്ഥ ലെവലിൽ കുറച്ചും കൂടെ ശുഷ്കാന്തിയോടുള്ള സമീപനം നമുക്ക് വേണം. കാരണം നമുക്കൊരു കുറച്ച് പടക്കം കിട്ടിയിട്ട് കാര്യമില്ല. പടക്കം പൊട്ടിച്ചിട്ടുണ്ടെങ്കിലും ഓടുന്ന ആനയൊന്നുമല്ല ഇത്. അപ്പം നമുക്ക് അതിന് നമ്മുടെ ജീവനും സ്വത്തിനും ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഈ പ്രദേശത്തെ പല പറമ്പുകളിലും നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറമ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കശുവണ്ടി കാണാം, പെറുക്കാൻ പറ്റില്ല. എൻ്റെ പറമ്പ് നോക്കിയാൽ കശുവണ്ടി കാണാം, പെറുക്കാൻ പറ്റില്ല. കൊക്കോ ഉണ്ട്, ഇത് പറിക്കണം. പക്ഷേ ഇത് നമ്മളിപ്പോൾ എങ്ങനെ ഇവിടെ നിൽക്കും? ഈ അക്കരെ നിൽക്കുന്ന ആനയ്ക്ക് ശരിക്കും 2 ചാട്ടത്തിന് ഇക്കരെ വന്ന് കിടക്കാൻ പറ്റില്ലേ? നമ്മുടെ ഇവിടെ സാധാരണക്കാരായ ആൾക്കാരുടെ ജീവനൊരു വിലയില്ലേ? നമുക്കപ്പം അധികാരികൾ ആവശ്യപ്പെടാനുള്ളത് ഇത് വളരെ സത്യമായ നടപടി സ്വീകരിച്ച് ഈ ആനേനെ ഇവിടുന്ന് ഏതെങ്കിലും കുങ്കിയാനെ കൊണ്ടുവരുമോ, അതല്ലെങ്കിൽ ആറാട്ടനെ കൊണ്ടുവരുമോ, എന്തെങ്കിലും ചെയ്ത് ഈ ആനേനെ ഉൾക്കാട്ടിലേക്ക് ഓടിക്കണം. അതല്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ ശവം കണ്ടാലേ തൃപ്തിയാവുന്നുള്ളതെങ്കിൽ ഉണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആൾക്കാരുടെ ഡെഡ് ബോഡി ഈ ആനയെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. നമുക്ക് അപ്പം എത്രയും പെട്ടെന്ന് ഒരു നടപടി എടുക്കുന്നത് നമ്മുടെ ആവശ്യം, നാട്ടുകാരുടെ ആവശ്യം. ഇത്തരത്തിൽ ജിജോന്റെ വാക്കുകൾ നമ്മൾ കേട്ടു. എന്താണ്, നമ്മൾ ജീവിക്കണോ മരിക്കണോ എന്നാണ് ചോദിക്കുന്നത്. ഇനി ഒരു കർഷകന്റെ ജീവൻ എടുത്താൽ മാത്രമേ അധികൃതർ കണ്ണു തുറക്കൂ എന്നാണ് ചോദിക്കുന്നത്. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്ന ഒരു പ്രദേശമാണിത്. ഇത് അതുപോലെ പയ്യന്നൂർ മണ്ഡലം, അതുപോലെ റവന്യൂ വകുപ്പ്, ഇവർ 3 വിഭാഗങ്ങൾ ഇനി ഒന്നിച്ച് ഇടപെട്ടില്ലെങ്കിൽ ഈ മേഖലയിൽ ഒരു കർഷകന്റെ ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയിലാണ് ഇവർ. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് തങ്ങളുടെ കൃഷികൾ സംരക്ഷിക്കണമെന്നാണ് നമ്മുടെ ഒരു കർഷകൻ നമ്മളോട് സംസാരിക്കുന്നത്. പ്രശ്നം എന്നാൽ ഇപ്പം ഒരാഴ്ചയായിട്ട് ഇപ്പം ആന സ്ഥിരം കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെ കാണുന്നതെല്ലാം നശിപ്പിച്ച് പോവുക. ഇതിനൊരു പരിഹാരം നിലവിൽ ഉണ്ടാക്കി തരേണ്ടതാണ് ഗവൺമെൻറ്. അതാണ് നമ്മുടെ ആവശ്യം. കാരണം പണിയെടുക്കുക, അത് മുഴുവൻ നശിപ്പിക്കുക. ഇത് കരവും കെട്ടുന്നു, എല്ലാത്തിനും കരവും കെട്ടി എല്ലാം കിടക്കുന്നു. എല്ലാം സ്വന്തം വന്ന് പറയുകയും ചെയ്യും. കാട്ടിൽ ആന വന്ന് നശിപ്പിച്ച് തീർക്കുക. നമുക്ക് അതുകൊണ്ട് ഒരു കാര്യമില്ല. ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ളത് ഗവൺമെൻറ്റിന് കൊടുക്കണം. നമ്മളെ ഇത് കാട്ടിയത്ത് കിടത്തുകയില്ല. ഇത് ഗവൺമെൻറ് ചെയ്യാനുള്ളത് ഗവൺമെൻറ് ചെയ്യാത്തതുകൊണ്ടാണ്. ആരെങ്കിലും ആനേനെ എന്തെങ്കിലും ചെയ്തു പോയാൽ അന്നേരം ഫോറസ്റ്റുകാരെല്ലാവരും വരും. ഇപ്പോൾ ആന കയറി വന്നിട്ട് ഇവർക്ക് പ്രതിവിധി ഒന്നും പറയാനുമില്ല. ഇത്തരത്തിൽ ഈ കർഷകരൊക്കെ വലിയ ആശങ്കയിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 15 ദിവസമായിട്ടും ഈ മുൺറോട്ട് കൊല്ലി എന്ന ഒറ്റയാൻ ഈ കൃഷിയിടത്തിൽ വലിയ നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ടാപ്പകൽ വരെയാണ്. പല കൃഷികളും വിളവെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണുള്ളത്. അതുമാത്രമല്ല, പറമ്പിൽ ഇറങ്ങാൻ പറ്റുന്നില്ല, അത്തരത്തിൽ ഈ മേഖലയിൽ കൂടെ നടക്കാൻ പറ്റുന്നില്ല. ഉദാഹരണത്തിന് പഞ്ചായത്ത് റോഡ് വരെയും ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഈ ആന കൃഷികളൊക്കെ വലിച്ച് റോഡിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇതിലൊരു യാത്രാമാർഗം പോലും യഥാർത്ഥത്തിൽ നടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണുള്ളത്. ഉന്നതിയിൽ നിരവധി കുടുംബങ്ങളുണ്ട്, പല കുടുംബങ്ങളും ഒഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ചില ആൾക്കാർ
ആൾക്കാർ മാത്രം ഇപ്പോഴും അവിടെ താമസിക്കുന്നുണ്ട്. അവരൊക്കെ ആശങ്കയിലാണ്. ഈ പട്ടാപ്പകൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ പുഴക്കക്കരയിൽ നിന്ന് ആന ഈ കമ്പുകളും മറ്റും ഓടിക്കുന്നതായി നമുക്ക് കേൾക്കാം. ഇത് കുറച്ച് കഴിയുന്തോറും ഈ കൃഷിയിടത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങൾ, എല്ലാ സർക്കാർ സംവിധാനങ്ങൾ ഉടൻ തന്നെ ഉണർന്ന് പ്രവർത്തിച്ചാൽ വലിയൊരു ദുരന്തത്തെ തന്നെയായിരിക്കും ഈ രാജഗിരി മേഖല നേരിടേണ്ടി വരിക. വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം. ലോകോത്തര കമ്പനികളുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED TVകൾ, ഹോം തിയേറ്റേഴ്സ്, മിക്സർ ഗ്രൈൻഡേഴ്സ്, OTG ഓവനുകൾ, ഗ്യാസ് സ്റ്റവ്, ഫാൻ, അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ. വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ, മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം.